ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. എക്സാമിങ് അടുത്ത് തുടങ്ങി. കറണ്ട് അഫയേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് എന്താണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ചാണ്. അതായത് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഏതൊക്കെ ബുക്കിനാണോ അവാർഡ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ബുക്കിന്റെ പേര് തന്നിട്ട് അതിന്റെ ഓഥർ ആര് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആരാണ് അതിന്റെ കഥാകൃത്ത് അല്ലെങ്കിൽ കവി എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ നാടകകൃത്ത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. 2023 ഇന്ന വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നുള്ള രീതിയിലും ചോദിക്കാം. അതൊക്കെ PSCയുടെ ഇഷ്ടം. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് PSC കറണ്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ നമ്മൾ നമ്മുടെ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തരുന്നത്. കാരണം ഇത് 150 ടോപ്പിക്സ് ഞാൻ പറഞ്ഞു, മോസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പഠിക്കുക. നമുക്ക് നോക്കാം എന്താണ്, ഏതിനൊക്കെയാണ് അവാർഡ് കിട്ടിയത്, ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2023 നമുക്കറിയാം പല വിഭാഗങ്ങളിലായിട്ടാണ് പുരസ്കാരം നൽകുന്നത്. അങ്ങനെ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗത്തിന് ലഭിച്ചത് വി ഷിനിലാലിനാണ്. സമ്പർക്ക ക്രാന്തി എന്ന അദ്ദേഹത്തിന്റെ നോവലിനാണ് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിൽ അദ്ദേഹം ലഭിച്ചത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഷിനിലാൽ നോവൽ അല്ലെ, നമുക്ക് നോവൽ ഷിനിലാൽ എന്തോ ഒരു കണക്ട് ചെയ്ത് ഓർക്കാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ നോവൽ ഏതായിരുന്നു? സമ്പർക്ക ക്രാന്തി. ഓക്കെ, ഇപ്പൊ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് വി ഷിനിലാലിനാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് ഏത്? സമ്പർക്ക ക്രാന്തി. ഒരു 2 വട്ടം പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഒരു അത്യാവശ്യം കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. നോക്കൂ, വി ഷിനിലാൽ നാടകം നാടകമല്ല, നോവല് സമ്പർക്ക ക്രാന്തി. അപ്പൊ ഓർക്കുക, 2023 സാഹിത്യ അക്കാദമി പുരസ്കാരം. ഒന്ന് കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ, എന്നിട്ടൊന്ന് ഓർത്തു നോക്കിയേ. നോവലാണ് നമ്മൾ പറയുന്നത്. ആർക്കാ കിട്ടിയത്? വി ഷിനിലാല്. നോവൽ ഏതാ? സമ്പർക്ക ക്രാന്തി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. കവിത NG ഉണ്ണികൃഷ്ണനാണ് കവിതയ്ക്കുള്ള 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കവിതയാണ് കടലാസ് വിദ്യ. PSC അല്ലാത്ത രീതിക്കാൻ കടലാസ് വിദ്യ എന്ന കവിതയുടെ രചയിതാവാര് എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് ചോദിച്ചേക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതാ വിഭാഗത്തിൽ കിട്ടിയത് NG ഉണ്ണികൃഷ്ണൻ അല്ലെ. NG ഉണ്ണികൃഷ്ണൻ. കവിത ഏതാണ്? കടലാസ് വിദ്യ. ഇപ്പൊ ഈ 2 കാര്യങ്ങളൊന്നും ഓർത്തേ. ആദ്യം നമ്മൾ നോവൽ പറഞ്ഞു. ആരാണ്? വി ഷിനിലാല്. നോവലിന്റെ പേര് സമ്പർക്ക ക്രാന്തി. കണ്ണടച്ച് തന്നെ നോക്കുക. കവിത കിട്ടിയത് ആർക്കാണ്? NG ഉണ്ണികൃഷ്ണൻ. കവിതയുടെ പേര് കടലാസ് വിദ്യ. നെക്സ്റ്റ്, ചെറുകഥയ്ക്കുള്ള പുരസ്കാരമാണ് 2023 കേരള സാഹിത്യ അക്കാദമി ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് PF മാത്യൂസിനാണ്. ചെറുകഥയായിരുന്നെങ്കിലും എന്തായിരുന്നു, അതിന് ഭയങ്കര മുഴക്കമായിരുന്നു. കഥ കേട്ട സമയത്ത് നമുക്ക് അങ്ങ് വല്ലാത്ത മുഴക്കമായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ചെറുകഥ മുഴക്കം ആർക്കാ കിട്ടിയത്? PF മാത്യൂസ്. ഓക്കെ, PF മാത്യൂസ്. നെക്സ്റ്റ്, നാടകം 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നാടക വിഭാഗത്തില് എമിൽ മാധവി. നാടകത്തിന്റെ പേരാണ് കുമരു. 4 കാര്യങ്ങൾ പഠിച്ചില്ലേ? നോവല് വി ഷിനിലാല്, സമ്പർക്ക ക്രാന്തി. പിന്നെ നമ്മൾ കവിത NG ഉണ്ണികൃഷ്ണൻ, കവിതയുടെ പേര് കടലാസ് വിദ്യ. പിന്നെ കണ്ടത് ഏതാണ്? ചെറുകഥാ പുരസ്കാരം PF മാത്യൂസ്. ചെറുകഥ ഏതാണ്? മുഴക്കം. പിന്നീട് നമ്മൾ പറഞ്ഞു നാടകം എമിൽ മാധവി, പേരെന്താണ്? കുമരു. 4 കാര്യങ്ങള് കണ്ണടച്ച് കുറച്ച് ഒന്നും ഉണ്ടാവുമെന്ന് ഓർത്ത് നോക്കൂ. കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത്. അടുത്തത് നോക്കൂ, സാഹിത്യ വിമർശനം S ശാരദക്കുട്ടിക്കാണ്. എത്രയെത്ര പ്രേരണകൾ എന്നുള്ളതാണ് കൃതി. നെക്സ്റ്റ്, ഹാസ്യ സാഹിത്യം ജയന്ത് കാമിച്ചേരിൽ. ഒരു കുമരകംകാരന്റെ കുരുത്തംകെട്ട ലിഖിതങ്ങൾ, അതിനാണ് ഹാസ്യ സാഹിത്യം. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കാം, ഒരു കുമരകംകാരന്റെ കുരുത്തംകെട്ട ലിഖിതങ്ങൾ ആരാ എഴുതിയെന്ന്? ജയന്ത് കാമിച്ചേരിൽ. അപ്പൊ ഇതിനകത്ത് നോവൽ, കവിത, ചെറുകഥ ഇത് ഇത്രയും എന്താണേലും നിങ്ങൾ പഠിച്ചെടുക്കണം. ബാക്കി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയണം. ഫോർ എക്സാമ്പിൾ, എത്രയെത്ര പ്രേരണകൾ എന്നുള്ളത് സാഹിത്യ വിമർശനമാണെന്നും S ശാരദക്കുട്ടിയുടേതാണെന്നും ഓർത്തു വെക്കുക.
അതുപോലെ തന്നെ ഒരു കുമരകംകാരന്റെ കുരുത്തംകെട്ട ലിഖിതങ്ങൾ ജയന്ത് കാമിച്ചേരിൻ്റെതാണ്. എന്താണ് പേര് കേൾക്കുമ്പോഴേ അറിയാതെ എന്താണ് ഒരു ഹാസ്യ സാഹിത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ജീവചരിത്രം BRP ഭാസ്കർ, അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ന്യൂസ് റൂം, അത് പഠിക്കണമെന്നില്ല. ദെൻ യാത്രാ വിവരണം ഒന്ന് ഓർത്ത് വെച്ചേക്കണം, C അനൂപ്, ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം. അപ്പൊ യാത്രാ വിവരണത്തിന് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? C അനൂപിനാണ്. കൃതി അല്ലെങ്കിൽ യാത്രാ വിവരണമാണ് ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം. നെക്സ്റ്റ് യാത്രാ വിവരണത്തിൽ തന്നെ ഹരിത സാവിത്രിയുടെ മുറിവേറ്റ പാതകൾ. ഓക്കെ, രണ്ടൊന്ന് ഓർത്തേക്കണേ. അടുത്തത് ബാലസാഹിത്യം, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഡോക്ടർ K ശ്രീകുമാറിന് ചക്കരമാമ്പഴം എന്ന കൃതിക്കാണ്. ഡോക്ടർ K ശ്രീകുമാർ ചക്കരമാമ്പഴം എന്ന കൃതിയാണ് മികച്ച ബാലസാഹിത്യമായിട്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 തെരഞ്ഞെടുത്തത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് കവിത, നോവല്, അതുപോലെ തന്നെ ബാലസാഹിത്യം ഇത്രയും നോക്കിയേക്കണം. പിന്നെ ഇതൊക്കെ ഞാൻ എന്തിനാ ഇവിടെ എഴുതി വെച്ചെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഓരോ പുസ്തകങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, അത് എഴുതിയത് ആരാന്ന് മനസ്സിലാക്കുക. ചില സമയങ്ങളിൽ അതുപോലെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ ടഫ് ആക്കണമെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടഫായിട്ട് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നാൽ പോലും നിങ്ങൾ എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ. ഇനി ഡോക്ടർ പള്ളിപ്പുറം മുരളി, ഡോക്ടർ PK സുകുമാരൻ, ഡോക്ടർ രതി സക്സേന, KP സുധീര, ജോൺ സാമുവൽ, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എന്നിവർക്കൊക്കെയാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, 150 ടോപ്പിക്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഞാൻ ഇട്ട് തന്നിരിക്കുന്നത്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ 150 ടോപ്പിക്സ്, അതായത് നമുക്ക് ഹോട്ട് ടോപ്പിക്സ് എന്ന് വിശേഷിപ്പിക്കാം, അതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുക. ഓക്കെ, ഞാൻ ആദ്യം വീണ്ടും പറയുന്നു, നോവൽ, കവിത, അതുപോലെ തന്നെ ബാലസാഹിത്യം, അത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ബാക്കി വായിച്ചിട്ട് ആരൊക്കെയാണ് കർത്താക്കൾ എന്നുള്ള രീതിയിൽ അതിനെയും പഠിക്കുക. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക്